ഞാൻ ചാനലുകളിലും ഒക്കെ വന്ന് നിരന്തരം 10 വർഷക്കാലം അല്ലെങ്കിൽ വർഗീയത ധാരാളം കേരളത്തിൽ ഏറ്റവും അധികം പ്രസംഗിച്ചയാളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടിലൊന്നറിഞ്ഞിട്ടെന്നെ കാര്യം. അതിന് നന്ദി പറയുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് കുഴപ്പമില്ല അല്ലേ? ഈ അവസരവാദം എന്നൊരു വാക്കുണ്ട് CPK ഗോപൻ. ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ നിർത്തി സാർ. കൂടുതൽ മിടുക്കനാകാതെ സാർ, നിങ്ങൾ അങ്ങ് മിടുക്കനാകാതെ. അങ്ങനെ നിങ്ങൾ ആരാ നിങ്ങളുടെ ധാരണ? നിങ്ങളെ കൂടുതൽ മിടുക്കനാകുന്നത് മാധ്യമപ്രവർത്തകനാണ്. നടക്കാൻ പോകുന്നു. നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാം തീവ്രവാദ സംഘടന പറഞ്ഞപ്പോൾ അതിനെ ശക്തിയുക്തം ചെറുത്ത ആളുടെ പേര് കോടിയേരി ബാലകൃഷ്ണനാണ്, ആഭ്യന്തരമന്ത്രി. ഇവിടെ നിങ്ങൾക്കൊപ്പം ജമാഅത്ത് നിൽക്കും, അവരുടെ വോട്ട് വാങ്ങാൻ ഒരു മടിയുമില്ല. പാർട്ടി മുഖപത്രത്തിൽ എഡിറ്റോറിയൽ എഴുതാൻ ഒരു മടിയുമില്ല. നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അവർ കൊടിയ ഭീകരവാദികൾ, വർഗീയവാദികൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ കേരളത്തിന് ബുദ്ധിയില്ലെന്നാണോ PK ഗോപൻ നിങ്ങളെ കരുതി വെച്ചിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം വിഭാഗവും ഒന്നല്ല എന്ന് ആര് പറയുന്നേ? അതുപോലെ തന്നെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നല്ല. മുസ്ലിം ലീഗ് എന്നാരാ പറയുന്നേ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ജമാഅത്തിന്റെ വോട്ട് നിങ്ങൾ കൈനീട്ടി വാങ്ങിയവരാണ്. മുസ്ലിം ലീഗ് ജമാഅത്തിന്റെ വോട്ടിന് നിങ്ങൾ ഒരു ഐത്വം കൽപ്പിക്കാത്തവരാണ്. ഞാൻ പറയട്ടെ, അതിനെ ശ്ലാഘിച്ച് നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയവരാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ വിട്ടുകളാ. എന്നെ ഒന്ന് അമീർ കണ്ടാൽ രമേശ് ചെന്നിക്ക് എന്തിനാ വേവലാതി എന്ന് ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്നിപ്പോ നിങ്ങൾ ഈ ജമാഅത്തിനെതിരെ ആരോപിക്കുന്ന ഭീകരവാദം കേട്ടാൽ ഇത് ജനത്തിന് മനസ്സിലാവില്ലേ 10 വോട്ട് കിട്ടാനുള്ള ഉടായി പോണിയാന്ന്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂ? എനിക്കറിയില്ല. ഉടായിപ്പ് പണിയൊക്കെ 24ന്റെ കയ്യിലാ സാർ, ഞങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതൊക്കെ 24ന്റെ കയ്യിലാ ഉടായിപ്പ് പണിയൊക്കെ. ഞങ്ങൾ അങ്ങനെയുള്ളൊരു പാർട്ടിയല്ല. ഞങ്ങൾ നേരെ വാ നേരെ ചുവയെന്ന് കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയം പറയുന്നവരാ. വർഗീയ കക്ഷികളുമായിട്ട് ഒരു കാലത്തും ബന്ധം വേണ്ട എന്നുള്ളത് CPM-ന്റെ ഒരു സമയത്ത് നിലപാടല്ല. എന്തിന്റെ പേരിലാണെങ്കിലും അവരുടെ വോട്ട് വാങ്ങുന്നതിൽ പ്രശ്നമില്ല. നെഗറ്റീവ് വോട്ടാണെങ്കിലും അവരുടെ വോട്ട് വാങ്ങി ജയിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അതിന് അവരോട് നന്ദി പറയുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അക്കാലത്ത് അത് അക്രോള് ചെയ്യുന്നതിൽ, അതിന് നന്ദി പറയുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് കുഴപ്പമില്ല അല്ലേ? ഈ അവസരവാദം എന്നൊരു വാക്കുണ്ട് CPK ഗോപൻ. അവസരവാദത്തിന്റെ പ്രശ്നമല്ല ഇത്. അവസരവാദം ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും വർഗീയ സംഘടനകളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതും രണ്ടും രണ്ടാണ്. പക്ഷെ അന്ന് വോട്ട് കിട്ടിയപ്പോ ഇവരിത്ര വൃത്തികെട്ട കൂട്ടരാണ് എന്ന് നിങ്ങൾ പറഞ്ഞവരല്ല. ആ വോട്ട് വാങ്ങിയവരാണ്. ആ വോട്ട് വാങ്ങി ദേശാഭിമാനിൽ അതിനെ അക്രോൾ ചെയ്തവരാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സഭയിൽ കുറ്റം പറഞ്ഞ ആര്യാടനെ സഭയിൽ തിരുത്തുകയാണ് കേട്ടോ കോടിയേരി. ഞാൻ അയച്ചുതരാം അങ്ങേക്ക് സഭാരേഖ. UDF ആര്യാടൻ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചിരിക്കുന്നോ? അത് വേറെ അത് UDF ചോദിക്കാം സാറേ. വൈകുന്നേരം ചർച്ച അങ്ങോട്ട് തുടങ്ങുമ്പോൾ CPM-നെ എടുത്ത് നിലത്തടിച്ച് അത് UDF ചോദിക്കേണ്ടതാണല്ലോ. തുടങ്ങുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അഭിപ്രായം പറയാം. ഉറപ്പായും ശ്രീ ഹാഷ്മി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് CPM-നെ വാരി നിലത്തടിച്ചെന്നുള്ള അഭിമാനത്തോടും ചർച്ചയോ തുടങ്ങരുത്. ഒന്നുമില്ല, ഞാൻ സഭാരേഖ വായിക്കാം. നിങ്ങൾ പറഞ്ഞ ആമുഖം മുഴുവൻ വളരെ ആക്ഷേപകരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ആമുഖത്തിൽ വസ്തുതാവിരുദ്ധമായ ഒന്നെങ്കിലും അങ്ങ് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം പറഞ്ഞത് 100% വസ്തുതയാണ്. ഒരൊറ്റ വരി ചൂണ്ടിക്കാണിക്കാം. മുഴുവൻ വസ്തുതാവിരുദ്ധമാണ്. അല്ല, അങ്ങയുടെ നറേറ്റീവ്സ് എന്താ? ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി പറഞ്ഞാൽ, RSS-നെതിരായി പറഞ്ഞാൽ അത് ആ സമൂഹത്തിനെതിരായിട്ട് പറയുന്നതാണ്. ഞാൻ അയച്ചുതരാൻ പറയാം. ഞാൻ PCR അങ്ങ് അയച്ചുതരാൻ പറയാം. അങ്ങൊന്നുകൂടെ കേട്ടു നോക്കൂ. എന്നിട്ട് ഒരു വരി, ഒരൊറ്റ സിംഗിൾ ലൈൻ അതിൽ തെറ്റുണ്ടോ എന്ന് അങ്ങ് പറഞ്ഞാൽ അയച്ചുതരാൻ പറയാം. അയച്ചു കൊടുക്കും പ്ലീസ്. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണെന്നുള്ള രീതിയിൽ ഇപ്പൊ ഗോപന്റെ അഭിപ്രായം പറഞ്ഞു. ഇതേ മുസ്ലിം ലീഗ് വർഗീയ കക്ഷി അല്ലാന്ന് ഏതാനും മാസം മുമ്പാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അന്ന് ലീഗിനെ ക്ഷണിക്കാൻ അവർക്ക് 100 നാവായിരുന്നു. ഓർമ്മയില്ല? 67 നമ്മൾ ഒരുമിച്ച് ഭരിച്ചതല്ലേ എന്ന് ഓർമ്മിപ്പിക്കുക പോലും ചെയ്തു ഗോവിന്ദൻ മാഷ്. അത് പറഞ്ഞ് ഗോവിന്ദൻ മാഷ് നാക്ക് അകത്തേക്ക് ഇട്ടിട്ട് ഏതാനും മാസമേ ആയിട്ടുള്ളൂ. അതിനുശേഷം ഗോപം വന്ന് ചാനൽ ചർച്ചയിൽ ഇപ്പൊ ലീഗിനെയും വർഗീയ കക്ഷിയെന്ന് ആക്ഷേപിക്കുകയാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. നിങ്ങൾക്ക് കിട്ടാതാവുമ്പോൾ കിട്ടാത്ത മുന്തിരി മുഴുവൻ പുളിക്കും എന്നുള്ളത് പോലെയാണ് ഇപ്പോ CPM-ന്റെ ഇക്കാര്യത്തിലെ സമീപനം. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു. 2 പതിറ്റാണ്ട് മുൻപ് നടന്നൊരു കലാപത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിൽ ദുഷ്ടലാക്ക് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ മലയാളിക്കുണ്ട് എന്ന് CPM മനസ്സിലാക്കണം. മനസ്സിലാവില്ല, ആംഗ്യ ഭാഷ കാണിക്കണം. നിങ്ങൾ ഈ 2 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു കലാപം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിലൂടെ ഇവിടെ ആരെയാണ് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്? ഏത് വർഗീയ കക്ഷികളെയാണ് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കണം. ഇസ്ലാമോഫോബിക് ആയിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ടിലൊരു വിഹിതം തങ്ങളുടെ പെട്ടിയിലേക്ക് ആക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടചിന്തയാണ് CPM-നകത്തുള്ളത്. ഇത് മനസ്സിലാക്കാൻ
പാഴൂർ പടിപ്പര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യ ബുദ്ധിമതി, ചോറ് തിന്നുന്ന ബുദ്ധിമതി, അതൊക്കെ മലയാളിക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം വന്ന് മാറാട് കലാപത്തെ ഓർമ്മിപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അടിപൊളി. BJP എന്ത് പരസ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, ഏത് മോഡലിൽ ഏത് മോഡസ് ഓപ്പറാണ്ടി BJP നടപ്പാക്കുന്നു, അതേ കാര്യം വള്ളി പുള്ളി വിടാതെ CPM നടത്തുന്നു. ഒരമ്മ പെറ്റ മക്കളെ പോലെ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളിൽ ഹിന്ദു വർഗീയത പ്രസംഗിച്ച ഒരാളാണ് ശ്രീ സന്ദീപ് വാര്യർ. അദ്ദേഹം പ്രസംഗിച്ച ഹിന്ദു വർഗീയതയോളം കേരളത്തിൽ ഒരാളും പ്രസംഗിച്ചിട്ടില്ല. അത്രത്തോളം ഹിന്ദു വർഗീയത ഈ കേരളത്തിൽ ആര് പ്രസംഗിച്ചിട്ടുണ്ട്? അദ്ദേഹം ഹിന്ദു വർഗീയത പ്രസംഗിക്കുമ്പോൾ അത് ശരി, അദ്ദേഹം BJP അല്ലാതിരിക്കുമ്പോൾ അത് ശരി എന്നൊന്നും നിലപാട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, LDF അധികാരത്തിലിരുന്ന 10 വർഷക്കാലവും കേരളത്തിൽ വർഗീയലഹള നടന്നിട്ടില്ല. മുസ്ലിം ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ CPM ടേക്കപ്പ് ചെയ്താൽ അത്, അല്ലെങ്കിൽ പൊതുവായി സെക്കുലർ നിലപാട് മുസ്ലിം മതവിഭാഗത്തിന്റെ പ്രശ്നമാണ്. താങ്കളോട് ആരാ പറഞ്ഞു? ഇസ്ലാമിക വർഗീയതക്കെതിരായിട്ട് പറഞ്ഞാലോ ഞങ്ങൾ RSSന്റെ അല്ലല്ല CPK ഗോപൻ, ഈ ഗാസ മുസ്ലിം പ്രശ്നമാണോ? മനസ്സിലാക്കും. അല്ല CPK ഗോപൻ, ഗാസ മുസ്ലിം പ്രശ്നമാണോ? നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഗാസ രാഷ്ട്രീയ പ്രശ്നമാണ് സാർ. താങ്കൾ പറഞ്ഞ ലീലാവതി ടീച്ചർ പറഞ്ഞ ഗാസ CPM ഗാസ എന്നുകൊണ്ട് ഉടനെ മുസ്ലിം പ്രശ്നമാണ് താങ്കൾ നേർക്കുന്ന കണക്ട് ചെയ്തേ. ഉള്ളിൽ കിടക്കുന്നത്. പക്ഷെ അതും പ്രശ്നത്തെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഇടപെടേണ്ടി വരും. ഗാസ ഒരു മുസ്ലിം പ്രശ്നമല്ല, അത് രാഷ്ട്രീയ പ്രശ്നമാണ്. പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ശ്രീ ഹാഷ്മി. അല്ല, നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. താങ്കളാണ് പറഞ്ഞത് CPM ഗാസയ്ക്ക് വേണ്ടി പറഞ്ഞാൽ മുസ്ലിമിനുണ്ടെന്ന് പറയും, ലീലാവതി ടീച്ചർ പറഞ്ഞാൽ മുസ്ലിമിനുണ്ടെന്ന് പറയും, പിന്നെ മുസ്ലിം പ്രശ്നം ഏറ്റെടുത്താൽ പറഞ്ഞ പിന്നെ അർത്ഥം എന്താ? ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ നിർത്തി സാർ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കേ, ഞാൻ സംസാരിക്കാൻ ഒന്നും സമ്മതിക്കത്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഖ്യാനം എന്റെ പേര് അടിച്ചേൽപ്പിക്കും. മിടുക്കനാകാതെ സാർ, നിങ്ങൾ അങ്ങ് മിടുക്കനാകാതെ. അങ്ങനെ നിങ്ങൾ ആരാ? നിങ്ങളുടെ ധാരണ നിങ്ങളെ കൂടുതൽ മിടുക്കനാകുന്നത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പറഞ്ഞ RSS പറയുന്നതാണെന്ന്. എന്ത് വാദമായത്? എന്ത് ന്യായമായത്? കേരളത്തിലെ ജനങ്ങൾ അങ്ങ് പണ്ടന്മാരാണോ? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പറഞ്ഞാൽ RSSന് അനുകൂലമാവോ? CPMന്റെ പ്രതിനിധി ശ്രീ ഗോപൻ എനിക്കെതിരെ ഇവിടെ വ്യക്തിപരമായിട്ട് എന്തിനാണ് ഈ പരാമർശം നടത്തിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഞാൻ കോൺഗ്രസിലേക്ക് ചേർന്ന സമയത്ത് CPM നടത്തിയിട്ടുള്ള അതേ കള്ളപ്രചാരണങ്ങളുടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ആ കള്ളപ്പരസ്യത്തിന്റെ അതേ ശൈലിയിലാണ് ഇന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. വാസ്തവത്തിൽ അത് എന്നെ വ്യക്തിപരമായി പറയുന്നതിനപ്പുറം BJPയെയും RSSനെയും ന്യായീകരിക്കുന്ന പണിയല്ലേ എടുത്തത്. സന്ദീപ് എന്തോ വ്യക്തിപരമായി കൂടുതൽ വർഗീയത പറഞ്ഞയാളാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞിരുന്നയാളാണെന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് BJPയെയും RSSനെയും വെള്ളപൂശുകയും സന്ദീപ് മഹാമോശക്കാരനാണെന്ന് പറയുകയും ചെയ്യുന്ന ഏതാണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെടുത്ത അതേ ലൈൻ. അപ്പൊ ആര് ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം BJPയെയും RSSനെയും ന്യായീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഞാൻ ചാനലുകളിലും ഒക്കെ വന്ന് നിരന്തരം 10 വർഷക്കാലം അല്ലെങ്കിൽ വർഗീയത ധാരാളം കേരളത്തിൽ ഏറ്റവും അധികം പ്രസംഗിച്ചയാളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 10 വർഷക്കാലമായിട്ട് അങ്ങയുടെ സർക്കാർ കേരളം ഭരിക്കുന്നുണ്ടല്ലോ. ഏതാണ്ട് 5-8 കൊല്ലമായിട്ട് ഹാഷ്മിയുടെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ കേരളത്തിൽ പ്രസംഗിച്ചതിന്റെ പേരിലോ അങ്ങയുടെ ഈ പിണറായി വിജയന്റെ സർക്കാർ എനിക്കെതിരെ ഈ വർഗീയത പ്രശ്നം നടത്തിയതിന്റെ പേരിൽ ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ എനിക്കെതിരെ നടത്തുക എന്നുള്ളതാണ് ഇത് വാസ്തവത്തിൽ നോക്കൂ, അവരുടെ രാഷ്ട്രീയ എതിരാളി ഞാനും എൻ്റെ പാർട്ടിയുമായതുകൊണ്ടാണ്. കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ എതിരാളിയാണ്, BJP അവരുടെ രാഷ്ട്രീയ എതിരാളിയല്ല. BJP അവരുടെ സുഹൃത്താണ്. അതുകൊണ്ടാണല്ലോ ശ്രീ ശിവശങ്കറിനെ അദ്ദേഹം സുഹൃത്തെന്ന് വിളിക്കുകയും എന്നെ അദ്ദേഹം വർഗീയവാദി എന്നും ഇതേ ചർച്ചയിൽ വിളിക്കുന്നത്. അപ്പൊ ഈ സുഹൃത്ത് ബന്ധമാണ് വാസ്തവത്തിൽ കേരളത്തെ ആശങ്കാകുലരാക്കുന്നത്. RSSും BJPയും ഉയർത്തുന്ന നറേറ്റീവ് ആവർത്തിക്കുന്ന CPMന്റെ പ്രതിനിധിയുടെ ഈ വല്ലാത്ത സുഹൃത്ത് ബന്ധവും അവർ രണ്ടുപേരും ഒരേ ആശയം പുറത്തു പറയുന്നതുമാണ് കേരളത്തെ വാസ്തവത്തിൽ വലിയ ആശങ്കയിലാക്കുന്നത്.